ഭാരതാംബയുടെ കൈകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യൻ്റെ വർണ്ണമായിരിക്കുന്ന കാവിയാണ്. അതാണ് ജനനകാരണ ശക്തിയായിരിക്കുന്ന വർണ്ണം. അത് സൂര്യൻ്റെതാണ്. സപ്തവർണ്ണങ്ങളെ ജനിപ്പിക്കുന്ന നിറം കാവിയാണ്. അത് സൂര്യൻ്റെതാണ്. അവിടെ ഒരിക്കലും ദേശീയ പതാകയല്ല ഭാരതാംബയുടെ കൈകളിൽ ഉണ്ടാവേണ്ടത്. അവിടെ കാവി വർണ്ണമാണ്. കാവി രാഷ്ട്രീയ പാർട്ടികളുടെ വർണ്ണമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയല്ല. അത് ജനനകാരണ ശക്തിയായിരിക്കുന്ന സൂര്യൻ്റെ വർണ്ണമാണ്. ആ വർണ്ണം ഉണ്ടെങ്കിലാണ് ഹരിതലോകത്തിന് ഹരിത നിറം കിട്ടുകയുള്ളൂ, ആകാശം ശുഭ്രമാകുകയുള്ളൂ. ഡാർക്ക് എനർജി ആയിരിക്കുന്ന ആകാശം ശുഭ്രമായിരിക്കുന്ന വെളുത്ത നിറത്തിലേക്ക് വരണമെങ്കിൽ ഈ കാവിവർണ്ണം മുകളിൽ ഉദിച്ചു നിൽക്കണം. അപ്പോൾ താഴെ പച്ചവർണ്ണവും നമ്മളുടെ ആകാശത്തിന് വെള്ള നിറവും വരും. അപ്പോഴാണ് ത്രിവർണ്ണമാകുന്നത്. ആ ത്രിവർണ്ണതയുടെ മധ്യത്തിലാണ് വാനിൽ അശോകചക്രം വിരിയുന്നത്. ചന്ദ്രൻ്റെ 24 കാലുകൾ. അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമ്മളെല്ലാവരും നെഞ്ചിൽ പേറേണ്ട ആ ദുഃഖത്തെ മായ്ക്കുന്ന ഭാരതത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള അശോകചക്രം ആ ശുഭ്രമായിരിക്കുന്ന വാനിലാണ് ഉയരുന്നത്. അവിടെയാണ് ആഹ്ലാദത്തിൻ്റെ കാലകീല ശബ്ദം ജനിക്കുന്നത്, ആഹ്ലാദത്തിൻ്റെ സ്വരം ജനിക്കുന്നത്. ത്രിവർണ്ണ പതാകയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ കാവിവർണ്ണമാണ്, അത് സൂര്യൻ്റെതാണ്. താഴെ ആ സൂര്യവർണ്ണത്തിൽ നിന്ന് ജനിക്കുന്ന സപ്തവർണ്ണങ്ങളാൽ ഹരിതലോകം ചമയ്ക്കുന്ന വർണ്ണമാണ്. ഹരിയുടെ വർണ്ണമാണ് ഹരിതവർണ്ണം. അത് പച്ച നിറമാണ്. ആ പച്ച നിറമാണ് ഭൂമിക്ക് നീലവർണ്ണത്തെ സമ്മാനിക്കുന്നത്. ഈ ഹരിതലോകത്തിൻ്റെ ലോങ് സൈഡ് ഷെയ്ഡാണ് ബ്ലൂ. അപ്പോൾ താഴെ ഹരിതവർണ്ണവും മേലെ അഗ്നിയുടെ കാവിവർണ്ണവും ഉണ്ടെങ്കിലാണ് ആകാശത്ത് വൈറ്റ് ഉണ്ടാവുകയുള്ളൂ, ആകാശത്ത് ശുഭ്രവർണ്ണം നിറയുകയുള്ളൂ, ഡാർക്ക് എനർജി മായുകയുള്ളൂ. അവിടെയാണ് അമാവാസിയുടെ കറുത്ത കാലുകളെ മറച്ചുകൊണ്ട് ചന്ദ്രൻ്റെ പൗർണമിയുടെ വെളുത്ത കാലുകൾ അശോകചക്രം വാനിൽ പിരിയുന്നത്. ഭാരതത്തിൻ്റെ ശോകത്തെ മായ്ക്കുന്ന ആ അശോകമുദ്ര വാനിൽ ഉയരുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയമല്ല ഇത് വേദചിന്തയാണ്. ഈ വേദചിന്തയിലേക്കാണ് വരേണ്ടത്. രാഷ്ട്രീയം മാറ്റിവെക്കും. നിങ്ങൾ ഭാരതത്തെ പഠിക്കാൻ തയ്യാറാക്കും. ഇവിടുത്തെ മലകളെക്കുറിച്ചും നദികളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഈ മണ്ണിനെയും ജലത്തെയും വായുവിനെയും അഗ്നിയെയും എല്ലാം കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ പരസ്പരം ഒന്നും അറിയാതെ കലഹിച്ച് തമ്മിത്തല്ലി മരിക്കേണ്ടി വരും. പരസ്പരം തമ്മിത്തല്ലി നമ്മളുടെ ജീവിതം തന്നെ അർത്ഥശൂന്യമാകും. ഈ അർത്ഥങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശാസ്ത്രബുദ്ധിയാണ് ആവശ്യം, രാഷ്ട്രീയ കുബുദ്ധിയല്ല ആവശ്യം. നമസ്തേ.